ഇപ്പൊ ഹജ്ജ് വാജിബാണ്, നിർബന്ധമാണ്. ആർക്കാണ് നിർബന്ധം? നമുക്ക് പോയി വരാനുള്ള ആരോഗ്യവും പോയി വരാനുള്ള സമ്പത്തും ബാധ്യത കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ ഹജ്ജിന് പോയിക്കൊള്ളണം. ഒരാൾ 5 സെന്റിലാ പാർക്കുന്നത്, 3 സെന്റിൽ വീടാണ്, പക്ഷെ അങ്ങാടിന്റെ പരിസരത്താ. അവിടെ 1 സെന്റ് മതിയാകും ഒരു 4 ആൾക്ക് ഹജ്ജ് ചെയ്യാൻ. എങ്കിൽ അവനെ ഹജ്ജ് നിർബന്ധം. എനിക്ക് 4 സെന്റല്ലേ ഉള്ളൂ എന്ന് പറയാൻ പറ്റൂല. അവനെ സംബന്ധിച്ച് താമസിക്കുന്ന വീടും അവന് പോയി വരുന്നത് വരെ അവന്റെ ചെലവും കീഴിലുള്ളവരുടെ ചെലവും കഴിച്ച് അവന് പോയി വരാനുള്ള ചെലവും ആരോഗ്യം ഉണ്ടെങ്കിൽ ഈ 1 സെന്റ് വിൽപ്പന നടത്തിയിട്ട് എന്ത് ചെയ്യണോ? ഹജ്ജിന് പോയിക്കൊള്ളണം. വിക്കൽ നിർബന്ധം എന്നല്ല, ഹജ്ജ് അവന് നിർബന്ധമായി. വിറ്റാലും വിറ്റിയില്ലെങ്കിലും ഹജ്ജ് നിർബന്ധമായി. അതേമാതിരി ഒരു വീട്ടിൽ 3 ആള് താമസിക്കുന്ന വീട്ടിൽ 4 റൂം ഉണ്ടെങ്കിൽ 1 റൂം അവിടെ ആവശ്യമില്ലാത്ത റൂമാണ് എങ്കിൽ അവനക്ക് ആ 3 ആളെ താമസ റൂം കഴിച്ചിട്ട് 4ാമത്തെ റൂം അത് വിറ്റിട്ട് പോകാൻ കഴിയുമെങ്കിൽ ഹജ്ജിന് പോകേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ആ വിഷയം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഹജ്ജിന്റെ ഉജൂബിൽ നിന്ന് ഒഴിവാകുന്ന ഒരു മനുഷ്യനും കാണൂല. കാരണം പെണ്ണുങ്ങൾക്കാണെങ്കിൽ തന്നെ 2-3 പവൻ ഉണ്ടായാൽ മതി. ഇപ്പൊ ഹജ്ജിന് പോകാൻ ഇപ്പൊ ഒരു 3 പവൻ ഉണ്ടായാൽ 3 ലക്ഷം ഇല്ലേ? ഇപ്പൊ എത്ര വരാന്നറിയില്ല. 1 ലക്ഷം വില, 1 ലക്ഷമാണ് വില. 3 പവൻ ഉണ്ടായാൽ ഒരു 4-5 പവൻ ഉണ്ടെങ്കിൽ ഹജ്ജിന് പോകാം. കാദത്താണെങ്കിലും എവിടുത്തതാണെങ്കിലും സ്വർണ്ണടൽ ഉജൂബൊന്നും അല്ലല്ലോ, ഹജ്ജ് ഉജൂബാകും. അപ്പൊ നമ്മൾ കെട്ടിച്ചയച്ച പെൺകുട്ടികൾക്കും നമ്മളൊരു 5-10 പവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൾക്ക് ഹജ്ജ് നിർബന്ധമാവുകയാണ്. അതിന് കൂടുതൽ ഏക്കർ കണക്കിൽ ഭൂമിയൊന്നും വേണ്ട ഹജ്ജ് ഉജൂബാകാൻ. അതാണ് ഹജ്ജിന്റെ. ഓൻ പോയി വരുന്നത് വരെ ഭക്ഷണം കൊടുക്കുന്നവർക്കുള്ള ഭക്ഷണ ചെലവുകളും താമസ സൗകര്യവും കഴിച്ച് വല്ലതും മിച്ചമുണ്ടെങ്കിൽ ആ മിച്ചമുള്ളത് കൊണ്ട് അത് വിറ്റാൽ പോയി വരാനുള്ള കഴിവ് കിട്ടുകയാണെങ്കിൽ ഓനക്ക് ഹജ്ജിന് പോകൽ നിർബന്ധമായിരിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോ നമുക്കൊന്നും ഹജ്ജിന്ന് ഒഴിവാകാൻ ഒരു മാർഗം ഉണ്ടാവൂല. അങ്ങനെയാണ് ഇന്നത്തെ സ്ഥിതി ഉള്ളത്. അല്ലാഹു തആല ഈ വാജിബായ ഹജ്ജ് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി നിർവഹിക്കാൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ, നൽകി തരുമാറാകട്ടെ. ആർക്കും ഒഴിഞ്ഞു പോകാൻ കഴിയൂല ഇതിൽ നിന്ന്. പിന്നെ ഇപ്പൊ അവിടെ ബാധ്യത ബാധ്യത എന്ന് പറഞ്ഞാല് കടം വീട്ടൽ മാത്രമല്ല ബാധ്യത. ബാധ്യത പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി ചിന്തിക്കണം. 1900 അല്ലെങ്കിൽ 2000 ആ കൊല്ലം ഹജ്ജ് നടന്നപ്പോ എല്ലാം കൊണ്ടും ഹജ്ജ് ചെയ്യാൻ പറ്റിയ ആളായിരുന്നു. 2000 ഹജ്ജ് ഉജൂബയിക്കണം. മുക്കല്ലഫായ ഒരു പ്രായപൂർത്തിയായ പുരുഷനോ അല്ലെങ്കിൽ ആ പെണ്ണോ ആണ്. 2000 ഒരു ഉദാഹരണം പറയാണ്. 2000 കൊല്ലത്തിൽ ഓന്റെ അവസ്ഥ ചിന്തിച്ചു നോക്കുമ്പോൾ ഹജ്ജ് ഉജൂബാണ്. ഓൻ ചിന്തിച്ചു കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊരു 5-6 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ പോകാം. പക്ഷെ അപ്പോഴേക്കും ഓൻ എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങി വലിയ സാമ്പത്തികമായ ബാധ്യത വന്നാൽ ആ ബാധ്യത കൊണ്ട് അതിന് ശേഷം ഉണ്ടായ കടബാധ്യത കൊണ്ട് 2000 നിർബന്ധം നഷ്ടപ്പെടൂല. അത് ചെയ്യന്നെ വേണം. ആ നിർബന്ധത്തിൽ നിന്ന് ഒഴിവാകാൻ പറ്റൂല. കാരണം ഓൻ ഹജ്ജ് നിർബന്ധമുള്ള കൊല്ലം 1 റുപ്യ കടണ്ടായിരുന്നില്ല. അന്ന് ഓൻ പോയിട്ടില്ല. പോകാലോ എന്ന് വിചാരിച്ച് പിന്നെ ഓന് ബാധ്യത വന്നു. ആ പിന്നെ വന്ന ബാധ്യതക്ക് ആദ്യത്തെ ഉജൂബ് എന്താവൂല, മാറ്റപ്പെടൂല. ചെയ്യാൻ ഓൻ ബാധ്യസ്ഥനാണ്. ചെയ്യാൻ കഴിയോ ഇല്ല എന്നുള്ളതൊക്കെ വേറെ മസാല. അങ്ങനെ കുറെ ആൾക്കാർ പെടലുണ്ട്. നല്ല തുടക്കമുള്ള കാലത്തൊക്കെ നല്ല കഴിവുണ്ടായിരുന്നു, പെണ്ണിട്ടണീന്റെ മുമ്പൊക്കെ നല്ല ശമ്പളം ഉണ്ടായിരുന്നു, ബാങ്കിലൊക്കെ നല്ല ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ കൊല്ലം ഹജ്ജിന് പോയില്ല. പെണ്ണെട്ടി കുട്ടികളും മക്കളും ബാധ്യതയും പെരയും കൂടിയൊക്കെ ഉണ്ടാക്കി വന്നപ്പോ വലിയ സാമ്പത്തിക ബാധ്യത വന്നത് കൊണ്ട് ആദ്യം നിർബന്ധമായ ഹജ്ജ് കൊടുക്കും പോവില്ല. അത് അവിടെ തന്നെ ഉണ്ടാവും. അത് ചെയ്യന്നെ വേണ്ടി വരും. കാരണം ഓൻ അന്ന് ആ കൊല്ലം പോകാൻ പറ്റിയിരുന്നു, ഓൻ പോയിട്ടില്ല. ഓനാണ് ഉത്തരവാദി. അതാണ് പ്രശ്നം. അപ്പൊ സാമ്പത്തികമായ കടം കൊണ്ട് ഹജ്ജ് മുടങ്ങുമോ എന്ന ചോദ്യത്തിന് നിങ്ങൾ മനസ്സിലാക്കാനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോ ഏത് മനുഷ്യനും ഹജ്ജ് നിർബന്ധം ഉണ്ടാവും. കാരണം ഓന്റെ പ്രായപൂർത്തിയായി 15 വയസ്സിന് ശേഷം ഓന്റെ സാമ്പത്തിക മേഖല തുടക്കം കുറിച്ച കാലത്ത് ഓനക്ക് ഹജ്ജ് ഉജൂബായിട്ടുണ്ടാവും, ഓൻ പോയിട്ടുണ്ടാവില്ല. പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇവൻ വലിയ ബിസിനസ്സുകാരനൊക്കെ ആയി മാറി വലിയ കടബാധ്യതക്കാരനൊക്കെ ആവുമ്പോ ആ കൊല്ലം നിർബന്ധമായ ഹജ്ജ് എവിടേക്കും മുടങ്ങൂല. അത് ചെയ്യന്നെ വേണ്ടി വരും. അങ്ങനെയാണ് അതിന്റെ മസ്അല ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഉത്തരവാദിത്തത്തോടു കൂടി നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.